ഉയർന്ന പ്രതിഫലം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം ഇല്ലാതാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയാണ് അത് ബാധിക്കുന്നത്. നമുക്ക് ഏതാണ് വേണ്ടിയത്? വരുമാനം മാത്രമാണോ വേണ്ടിയത്, അതോ അനുഭവങ്ങൾ മാത്രമാണോ വേണ്ടിയത്, അതോ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് ആണോ വേണ്ടിയതെന്ന് നമ്മൾ തീരുമാനിക്കണം. തൊഴിൽ നേടാൻ തൊഴിൽ ശോഭിക്കാൻ എന്ന തലക്കെട്ടില് ബെത്ലഹേം മാസികയില് ഒരു ആർട്ടിക്കിൾ എഴുതി വായിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുണ്ടായ പ്രചോദനം എഴുതാനായിട്ട്? പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസിക മാട്രിമോണിയൽ റിലേറ്റഡ് ആയിരിക്കുന്നതാണ് ബെത്ലഹേം ന്യൂസ് മാസിക. മാട്രിമോണിയൽ എന്ന് പറഞ്ഞാൽ കുടുംബം ആരംഭിക്കാൻ വേണ്ടി യുവതികള് കുടുംബം ആരംഭിക്കാൻ അന്വേഷിക്കുന്ന സമയമാണത്. ഇപ്പം വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ജോലി വേണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കൺസെപ്റ്റ്. അപ്പോൾ ജോലി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് തൊഴിൽ നേടാൻ തൊഴിൽ ശോഭിക്കാൻ എന്നുള്ള ആ ലേഖനം ഞാൻ എഴുതിയത്. തന്നെയുമല്ല, ഞാൻ റിക്രൂട്ട്മെന്റ് രംഗത്ത് 1.5 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വിടുന്ന Y2K എന്നൊരു വലിയ സീരിയസ് പ്രശ്നം ഉണ്ടായിരുന്നു. ഇയർ 2000 ആയപ്പോൾ പ്രോഗ്രാമുകളുടെ എല്ലാം MMDDYY എന്ന ഫോർമാറ്റ് മാറി MMDDYY എന്നാക്കണമായിരുന്നു. നിസ്സാര സംഗതിയേ ഉള്ളൂ, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട വർക്കേ ഉള്ളൂ. പക്ഷേ ഇതുവരെ 1998 ആരംഭിച്ചത്. ആ സമയം വരെ ചെയ്തിരുന്ന എല്ലാ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലും ഈ ഡേറ്റ് ഫോർമാറ്റ് മാറ്റണം. അപ്പം അമേരിക്കയിലേക്ക് ധാരാളം ആൾക്കാരെ ആവശ്യം വന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നോളജുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിൽ ഈ കോപ്പി പേസ്റ്റ് എങ്കിലും ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഞാൻ ചെയ്തിരുന്ന ജോലി. അപ്പം അങ്ങനെ അമേരിക്കയിൽ എത്തുന്ന ആളിനെ ഒരു ഇൻ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് അവിടെ ചെല്ലുന്ന ആൾക്കാർ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ ഒരു ഇൻ്റർവ്യൂവറുടെ ചോദ്യം കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് പണി അറിയാമെങ്കിലും അത് വിശദീകരിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഞാൻ ശ്രദ്ധിക്കാൻ ഇടയാകുന്നത്. പിന്നെ ഈ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എംപ്ലോയബിലിറ്റിയിൽ പരിശീലനം നൽകുന്ന ഒരു ജോലി ഞാൻ ചെയ്യേണ്ടതായി വന്നു. ഞാൻ പഠിച്ചിരുന്ന തൊഴിലൊന്നും ആയിരുന്നില്ല. പക്ഷേ എങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ ഇവരുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യണമെന്ന് അവരെ കൊണ്ട് പല പ്രാവശ്യം ചെയ്ത് അതിൻ്റെ സൂത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും മാട്രിമോണിയൽ രംഗത്ത് ഞാൻ നോക്കുമ്പോൾ 30 വർഷമായി ഈ മാട്രിമോണിയൽ രംഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഈ യുവാക്കൾക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു ജോലിയിൽ ചെന്ന് കയറുവാനും അതുപോലെ തന്നെ കയറിയ ജോലിയിൽ പിടിച്ചു നിൽക്കുവാനും പലർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി എനിക്ക് മനസ്സിലായി. ആ പശ്ചാത്തലത്തിലാണ് തൊഴിൽ രംഗത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാനും ബേസിക് ഫ്രം ദ ബിഗിനിങ് ഹൗ ടു ഫൈൻഡ് എ ജോബ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, ആ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എങ്ങനെ ജോലിക്ക് എന്ന് കയറാം, ഇത് ആൾക്കാർക്ക് മനസ്സിലാകാൻ ഇത് വളരെ സിമ്പിളായിരിക്കുന്ന പലപ്പോഴും മനസ്സിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് അവർ കണക്കാക്കും. അങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. വേറൊരു ജോലിക്ക് ചെന്ന് കയറാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ലേഖനം എഴുതിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. ഇപ്പോൾ കുടുംബജീവിതത്തില് ജോലിയുടെ പ്രാധാന്യം എന്താണ്? അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? കുടുംബജീവിതത്തിൽ ജോലിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ കുടുംബം എന്താണെന്നും ജോലി എന്താണെന്നും ആദ്യമേ നമ്മളൊന്ന് വ്യക്തമാക്കണം. കുടുംബം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ജീവിച്ചു വരുന്നത് ഒരു കുടുംബത്തിലാണ്. അപൂർവം ചില ആൾക്കാർ നിർഭാഗ്യവശാൽ അനാഥരായിട്ട് ജനിക്കുന്നുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും നമ്മളെല്ലാം ജീവിച്ചു വരുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ്. അപ്പനും അമ്മയും മക്കളും. അപ്പൊ അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ വളർന്നു വരുന്ന മക്കൾ അവരുടെ സ്വന്തം കുടുംബം ആരംഭിക്കുന്നു. ഇങ്ങനെയാണ് അനേകം തലമുറകളായിട്ട് നമ്മുടെ സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ഒരു കുടുംബം
മക്കൾ വളർന്നു വന്ന് അവർക്ക് സ്വന്തം ഒരു കുടുംബം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം നടന്നു പോകാൻ ആ കുടുംബത്തിന് ആവശ്യമുള്ള വസ്തുവകകൾ സാധനങ്ങളൊക്കെ വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ കൃഷി ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങളുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങണം. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നത്. ഒരാൾ കൃഷി ചെയ്ത് അയാളുടെ നെല്ല് മാത്രം ഉണ്ടാകുന്നത്. അയാൾ കുറച്ച് നെല്ല് കൊടുത്തിട്ട് ബാക്കി എണ്ണയും ബാക്കി ഉപ്പും സാധനങ്ങളും എല്ലാം വാങ്ങും. അതിന് ബാർട്ടർ സിസ്റ്റം എന്നാ പറഞ്ഞത്. ഇങ്ങനെ വളർന്നു വന്ന് നമ്മളിപ്പം പണം കൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഒരു സംവിധാനത്തിൽ, ഒരു ട്രേഡിംഗ് സംവിധാനത്തിൽ നമ്മൾ എത്തി. അപ്പൊ ഇപ്പോഴത്തെ നിലയിൽ ആൾക്കാർ ഒന്നുകിൽ സാധനങ്ങൾ അവർ കൃഷി ചെയ്തുണ്ടാക്കി അത് കൊടുത്ത് പണം വാങ്ങി അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ കൊടുക്കും. പണം ലഭിക്കാനായി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളോ, നമ്മൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ധനം നേടിയെടുത്ത ആ ധനം കൊണ്ട് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കണം. ഇതിന് ഉപജീവനം എന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടെ കുടുംബത്തിൽ ജീവിക്കുന്ന, അവരങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുന്നു, അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ഇങ്ങനെ വളരുന്ന, അതാണ് ജീവനം. ഈ ജീവനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഉപജീവനത്തിന് മാർഗമുണ്ടാകും. ഈ ഉപജീവന മാർഗം ആണ് ഭൂരിപക്ഷം ആൾക്കാരും സ്വീകരിക്കുന്ന ഉപജീവന മാർഗമാണ് തൊഴിൽ അഥവാ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ ജോലി ചെയ്ത് ഉപജീവനത്തിനുള്ള വകയുണ്ടാക്കിയിട്ട് ജീവനം പരിപാലിക്കുന്നു. അപ്പൊ പ്രാധാന്യം ജീവനത്തിന്. ആ ജീവനം നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന സംഗതി തൊഴിൽ നിന്നും ഉണ്ടാക്കിയെടുക്കും. കുടുംബജീവിതത്തിലെ ജോലിയുടെ പ്രാധാന്യം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവനം തന്നെയാണ്. പിന്നെ ജോലി ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കണം. ആവശ്യത്തിന് വരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തണം. ആവശ്യങ്ങൾ അത്യാവശ്യമേത്, ആവശ്യമേത്, അനാവശ്യമേത് എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങളെ ബാലൻസ് ചെയ്ത് ഉള്ള വരുമാനം കൊണ്ട് മാനേജ് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ജോലിയിൽ നമ്മൾ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കണം. നമ്മൾ ചെയ്യുന്നതിന്, നമ്മളെ ഒരാൾ ജോലിക്ക് വെച്ചിരിക്കുന്നു, അയാൾക്ക് ആവശ്യമുള്ള പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുന്നതിന് പ്രതിഫലമാണ് നമുക്ക് നേടുന്നത്. അയാൾക്ക് കൂടുതൽ വരുമാനം അയാൾക്കുണ്ടാകത്തക്കതുപോലെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ നമ്മുടെ വരുമാനത്തിനും വർധന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിനേക്കാൾ മാറ്റമുള്ള, ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. ഇതിന് എല്ലാം നമ്മുടെ കഴിവ് നമ്മൾ പുറത്തേക്ക് കൊടുത്ത്, അധ്വാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിന് പ്രതിഫലം വാങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് നമ്മുടെ ഈ പ്രതിഫലം കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുന്നതിനെ വർദ്ധിപ്പിക്കുക. രണ്ട്, നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മുടെ അത്യാവശ്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ജോലിയും കുടുംബവും തമ്മിലുള്ള ഒന്നാമത്തെ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ട്. എന്തിനാ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്തിനാ ജീവിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതാണ് നീ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നീ ജീവിക്കുന്നത് ജനിച്ചു പോയത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ജനിച്ചു പോയത് കൊണ്ടാണ്. എന്നിട്ട് എത്ര നാൾ ജീവിക്കും? പറ്റുന്നിടത്തോളം കാലമല്ല, മരിക്കുന്നിടം വരെ ജീവിക്കും. എപ്പം മരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത്രയും നാള് ജീവിച്ചു, 10-25 വർഷം ജീവിച്ചിട്ടുണ്ട് മോള്. 25 വർഷം ജീവിച്ചിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇത്രയും നാൾ ജീവിച്ചിട്ട് കിട്ടിയിരിക്കുന്നതിനെല്ലാം കൂടെ ചെറുപ്പറ്റ പേര് പറയാം. കുറെ അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, ജന്മം കിട്ടി. ജനിച്ചു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ ഭക്ഷണം കിട്ടി. നമുക്ക് വളരാനുള്ള അന്തരീക്ഷം കിട്ടി. വളർന്നു വന്നതിനിടയ്ക്ക് കുറെ സങ്കടം കിട്ടി, കുറെ സന്തോഷം കിട്ടി. പിന്നെ വളർന്നു വന്ന് വേഷം കിട്ടി, കുറെ കാര്യങ്ങൾ പഠിച്ചു, സ്കൂളിൽ പോയി, കോളേജിൽ പോയി പഠിച്ചു, ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കയറാനുള്ള യോഗ്യതയായി എന്ന് പറയാം. ഇതെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് വാക്കുകളിൽ കുറെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങള്
നല്ലതായിരുന്നോ, നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ നല്ലതായിരുന്നോ മോശമായിരുന്നോ? ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോല്. നമുക്ക് കിട്ടിയിരിക്കുന്ന മോശം അനുഭവങ്ങൾ മാത്രം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മോശമായിരുന്നു നമ്മൾ വിചാരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ഓർത്തിരുന്നാൽ നമ്മുടെ ജീവിതം നല്ലതായിരുന്നു നമ്മൾ വിചാരിക്കുക. മോശം അനുഭവം കൂടുതൽ ലഭിച്ചാലും ആ മോശം അനുഭവത്തിൽ അടങ്ങിയിരിക്കുന്ന നന്മ കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതായിരുന്നു എന്നുള്ളത്. നമ്മുടെ കയ്യിൽ വരുമാനം ധാരാളം കിട്ടി, ഒരു ജോലി കയറി, വലിയ ശമ്പളമുള്ള ജോലിയാണ്, പക്ഷെ ഈ നിന്ന നിലയിൽ അല്ലെങ്കിൽ ഇരിക്കാൻ സമയമില്ല, നമ്മുടെ വേണ്ടപ്പെട്ട ആരോടും ഇടപെടാനോ വർത്താനം പറയാനും പോലും സമയമില്ലാത്തതുപോലെ ജോലി ചെയ്യണം, എപ്പോഴും യാത്രയാണ്. ആ ജീവിതം കൊണ്ട് നമുക്ക് നല്ല ജീവിതം കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ അടുക്കൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ കിട്ടുന്നത് നമ്മൾ എന്നും ഒന്നിച്ച് കഴിയുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന്. നമ്മൾ ആരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നോ അവരിൽ നിന്നാണ് നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്. ആ അനുഭവങ്ങൾ നല്ല അനുഭവമാക്കണമെന്ന് നമുക്കും അവർക്കും ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരുടെ നിന്നുണ്ടായ അനുഭവം മോശമാണെങ്കിലും അത് നന്നാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നാകാൻ വേണ്ടി, ഞാൻ മെച്ചപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ അമ്മയോ അപ്പനോ എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ അവരുടെ വഴക്ക് എനിക്ക് മോശം അനുഭവമായിട്ട് തോന്നത്തില്ല. ചില ആൾക്കാർ നമ്മളെ വേദനിപ്പിക്കുന്ന പെരുമാറ്റം നടത്തും. ആ വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഒരുപക്ഷെ എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണെന്ന് എനിക്ക് ചിന്തിക്കാമെങ്കിലോ? അയാൾ എന്നെ വേദനിപ്പിച്ചു, ശരിയാണ്, പക്ഷെ അയാൾ അങ്ങനെ വേദനിപ്പിച്ചത്, അയാൾ എനിക്കൊരു വേദന തന്നത് അതൊരു പുതിയ അനുഭവമായിരുന്നു. വേദന സഹിക്കാനും ഞാൻ പഠിച്ചെടുത്തു, വേദനയെ നിയന്ത്രിക്കാനും ഞാൻ പഠിച്ചെടുത്തു എന്ന് ഞാൻ ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ അയാൾ തന്ന വേദന സത്യത്തിൽ അയാൾ എനിക്ക് ഉപകാരമാണ് ചെയ്തു തന്നത്. അയാളോടത് പറയാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ അയാൾ അങ്ങനെ എനിക്കൊരു അവസരം തന്നു, ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായി. ഒരു വേദനയും ഒരു തിക്താനുഭവം ഇല്ലാത്ത മനുഷ്യൻ വളർന്ന് കുറെ കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പെയിൻഫുൾ ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ തകർന്നു പോകും. പലതരം വേദനകൾ സഹിച്ച് വളർന്നിരിക്കുന്ന ആൾ, അനുഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ എത്ര വലിയ വേദന വരുമെന്ന് പറഞ്ഞാലും അയാൾ അതിനകത്ത് കുലുങ്ങാൻ പോകുന്നില്ല. ചെയ്യാവുന്ന ഒരു പ്രവൃത്തി ചെയ്യാതെ മടിച്ചു നിൽക്കുന്നത് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ്. മോശം അനുഭവം നമ്മൾ ചോദിച്ചു വാങ്ങാതെ നമുക്ക് സ്വാഭാവികമായി കിട്ടിയ പരിചയമുണ്ടെങ്കിൽ നമ്മൾ മോശം അനുഭവത്തെ ഭയപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് ബോധ്യമുള്ളത് ചെയ്യാതെ പോകില്ല. അപ്പം നല്ല അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കണം. മുന്തിയ പ്രതിഫലം ലഭിക്കും, ഉയർന്ന പ്രതിഫലം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം ഇല്ലാതാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയാണ് അത് ബാധിക്കുന്നത്. സോ ഇറ്റ്സ് അവർ ചോയ്സ്. നമുക്ക് ഏതാണ് വേണ്ടിയത്? വരുമാനം മാത്രമാണോ വേണ്ടിയത്, അതോ അനുഭവങ്ങൾ മാത്രമാണോ വേണ്ടിയത്, അതോ ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് ആണോ വേണ്ടിയതെന്ന് നമ്മൾ തീരുമാനിക്കും. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ജോലി നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കുടുംബത്തിലെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ആവശ്യത്തിലധികം നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ധനമുണ്ടാകും, പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകാതെ പോകുന്ന സാഹചര്യം സംഭവിക്കാം.